നമസ്കാരം. HTV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പണ്ട് രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇപ്പോൾ കൊള്ളസംഘമാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. പാർട്ടി തൊഴിലാളികളിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്നും അകന്നു. വികസന മുരടിപ്പ് ആരോപിച്ച് കോട്ടായി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് ധർണ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് പാലക്കാട് കലക്ടറേറ്റിലേക്ക് KGOA മാർച്ച്. കേരളത്തിന്റെ ബദൽ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന അസോസിയേഷൻ നേതാക്കൾ. സിവിൽ സർവീസ് മേഖലയെ കേരള സർക്കാരിനെതിരായ ചേരിയിലാക്കുന്നതിനുള്ള ഗൂഢശ്രമത്തിനെതിരെ ജീവനക്കാർ ജാഗ്രത പാലിക്കണമെന്നും KGOA. രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. ദേശീയ അധ്യാപക ദിനം വിപുലമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപകർക്ക് ആദരം. വാർത്തകൾ വിശദമായി. തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി നിലകൊള്ളുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്ന് സദാസമയം പറഞ്ഞു നടക്കുന്ന CPIM എന്ന സ്വർണ്ണക്കടത്തുകാരുടെയും മാഫിയ സംഘങ്ങളുടെയും പാർട്ടിയായി മാറിയെന്ന് മുൻ KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ. കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്നത് വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് കോട്ടായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ പാർട്ടി ഇന്ന് സ്വർണം കടത്തുന്നവരുടെയും സ്വർണം പൊട്ടിക്കുന്നവരുടെയും അധോലോക നായകന്മാരുടെയും പാർട്ടിയായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെ വിളിക്കുന്നു. ഇന്നിപ്പോ പിണറായി സമാനി കേരളത്തിൽ നടക്കില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പലരും ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്, UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ഥിരമായി പാലക്കാട് 91 ഇന്ത്യരായവൻ വിജയിച്ചതിന് ശേഷം എത്രയോ വർഷം CPMന്റെ ജനപ്രതിനിധികൾ ലോക്സഭയിലേക്ക് പോയിരുന്ന പാലക്കാട് ഇന്ന് കഴിഞ്ഞ രണ്ടാം ടൈമായിലൂടെ കോൺഗ്രസിന്റെ UDFന്റെ MP ശ്രീകണ്ഠനാണ്. അദ്ദേഹം കഴിഞ്ഞ 2019 ഇവിടെ മത്സരിക്കുമ്പോൾ അന്ന് കേരളത്തിലെ എല്ലാ ചാനലും പറഞ്ഞു UDF 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്താണ്, മത്സരം BJP LDF. പക്ഷെ LDF ജയിച്ചത് ശ്രീകണ്ഠൻ. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയുള്ള വിജയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 1 ലക്ഷത്തിൽ വരെ വോട്ടിനാണ് ശ്രീകണ്ഠൻ. പാലക്കാട് പാർലമെന്റ് മണ്ഡലവും വടകര മണ്ഡലവും UDFന്റെ ശക്തി കേന്ദ്രമാക്കിയതുപോലെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടായി പഞ്ചായത്തിൽ UDF ഭരണം ഉണ്ടാകുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K മോഹൻകുമാർ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ, UDF ചെയർമാൻ മനോജ് കുമാർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP സുധാരാജൻ, VB ശശിധരൻ, ശശി മാസ്റ്റർ, വിജയകുമാരി, ചന്ദ്രൻ, സുലൈമാൻ, ലക്ഷ്മിക്കുട്ടി, സെറീന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുത്തു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PR രമേശ് സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രതിഷേധക്കാരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞത് ചെറിയ ഉന്തും തള്ളുമുണ്ടായി. പൊതുസമ്മേളനത്തിന് ശേഷം 500ഓളം പേർക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് പാലക്കാട് കലക്ടറേറ്റിലേക്ക് KGOA മാർച്ച്. കേരളത്തിന്റെ ബദൽ നയങ്ങൾക്ക് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെ നിരാകരിക്കുന്ന കിരാത നടപടികളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP അജിത്ത് ആരോപിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയാക്കുന്ന വിധം കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണെന്ന് KP അജിത്ത് കുറ്റപ്പെടുത്തി. സിവിൽ സർവീസ് മേഖലയെ കേരള വിരുദ്ധ ചേരിയാക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇടതു സർക്കാർ നിഷേധിക്കുകയാണെന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുമാണെന്ന വ്യാജ ആരോപണങ്ങളും പ്രചരണങ്ങളും സജീവമാണ്. എന്നാൽ ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും യഥാസമയം അനുവദിക്കേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ്. ഇതിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിനായാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടതെന്നും അജിത്ത് പറഞ്ഞു. ജീവനക്കാരുടെ വേതന ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. അതിലെ ആദ്യത്തെ 2 മുദ്രാവാക്യങ്ങൾ
നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും നമ്മുടെ സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും നിലനിൽപ്പിന്റെയും മുദ്രാവാക്യങ്ങളാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളായി, നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഒരു 3 പതിറ്റാണ്ട് കാലമായി, അത് വളരെ അഗ്രസീവായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇന്ത്യ രാജ്യത്തെ പിന്തുടർന്നു വരുന്ന തൊഴിലാളി വിരുദ്ധ, ജനവിരുദ്ധ, കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് പ്രധാനമായിട്ടും നമ്മൾ അതിന് മുന്നോട്ട്. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് KGOA നൽകുന്ന 3 ലക്ഷം രൂപ ജില്ലാ ഭാരവാഹികൾ അജിത്തിന് കൈമാറി. പ്രസിഡന്റ് TS ആശാദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB പ്രീതി, മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസർ, FSCTO ജില്ലാ സെക്രട്ടറി K മഹേഷ്, P സെയ്തലവി, CA ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. പാലക്കാട് ഗാന്ധി ദർശൻ വേദിയുടെ അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെ മാതൃകയാക്കിയുള്ള ജീവിതമായിരുന്നു എസ് രാധാകൃഷ്ണൻ്റേത്. ട്യൂഷനെടുത്ത പണം ഉപയോഗിച്ച് ഉപരിപഠനം നടത്തിയത് ഗാന്ധിജിയെ മാതൃകയാക്കിയാണ്. പ്രസിഡന്റായിരിക്കെ ശമ്പളത്തിൽ നിന്നും ജീവിക്കാനാവശ്യമായ തുകയെടുത്ത് ബാക്കി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃക കാണിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണനെന്നും VC കബീർ മാസ്റ്റർ പറഞ്ഞു. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കാശ് കൊണ്ടാണ് അദ്ദേഹം ഡിഗ്രി പഠിച്ചതും PG പഠിച്ചതും. ഇപ്പോഴത്തെ ആളുകളെ കണക്കാക്കി നോക്കുമ്പോൾ ട്യൂഷൻ എടുത്തിട്ട് പഠിക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ അധികം വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ആ നിലയിലെത്ത് അത്യാവശ്യം ആളുകൾക്ക് ഒരു 2% ആൾക്ക് മാത്രമേ അങ്ങനെ ഒരു മുന്നോട്ട് വരുന്നത് ട്യൂഷൻ എടുത്ത് പഠിക്കാൻ പോവുക എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ലണ്ടനിൽ പഠിക്കാൻ പോകുമ്പോൾ ഭാര്യയുടെ സ്വർണം വെച്ചിട്ടാണ് പോയത്. 6 കിലോ സ്വർണം, 6 കിലോ സ്വർണം. അന്നത്തെ സ്വർണത്തിൻ്റെ വില അറിയില്ല. ആ സ്വർണം വെച്ചിട്ടാണ് ഭാര്യ വീട്ടുകാരും കൂടി ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്നത്. ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് M ഷാജി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബൈജു വടക്കുംപുറം, മുണ്ടൂർ രാജൻ, ലക്ഷ്മി പത്മനാഭൻ, രതി, KG ബാബു, പട്ടത്താനം ശ്രീകണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPA പാർലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആചരിച്ചു. ദിനാചരണ പരിപാടികൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KSSPA പാർലി മണ്ഡലം പ്രസിഡന്റ് MV വിജയകുമാരൻ അധ്യക്ഷനായി. വിരമിച്ച അധ്യാപകരായ പ്രൊഫസർ KM മജീദ് മാസ്റ്റർ, പാർലി ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ PK മോഹനൻ തുടങ്ങിയവരെ മൊമന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും ആദരിച്ചു. DCC അംഗം K വേണുഗോപാലൻ, KSSPA കോങ്ങാട് നിയോജകമണ്ഡലം സെക്രട്ടറി K ശിവാനന്ദൻ, വെൽഫെയർ പാർട്ടി കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കരീം പർലി, M ശിവപ്രസാദ്, PT സഫിയ ടീച്ചർ, A രാജൻ, N ചന്ദ്രലേഖ ടീച്ചർ, V രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSSPA പാർലി മണ്ഡലം ട്രഷറർ TK മുഹമ്മദ് ബഷീർ സ്വാഗതവും KK ഹരിദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭയുടെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു ആയുർവേദ രംഗത്ത് ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ. ഇപ്പം സാധാരണ നിലയിൽ നമുക്ക് ആയുർവേദം എന്നത്, ഞാനൊരു അലോപ്പതി ഡോക്ടറുമായിട്ട് പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണ്, അദ്ദേഹവുമായിട്ട് ആയുർവേദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ആയുർവേദം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിലാണ് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജിജി മാത്യു, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ നെടുങ്ങോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃപാ സാജൻ സ്വാഗതവും ഫാർമസിസ്റ്റ് ജസീൻ ഹെലൻ നന്ദിയും പറഞ്ഞു. ആയുർവേദവും വയോജന ആരോഗ്യവും എന്ന വിഷയത്തിൽ
ചെറുതുരുത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ദീപ് ക്ലാസ് എടുത്തു. സമഗ്ര ആരോഗ്യ ക്യാമ്പിന് നെടുങ്ങോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചെറുതുരുത്തി പഞ്ചകർമ്മയും PNNM ആയുർവേദ കോളേജും നേതൃത്വം നൽകി. മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് സ്വീകരണവും സെപ്റ്റംബർ 7-ന് നടക്കും. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകിയതായി മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ 1 വർഷം മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇടവകയ്ക്ക് കീഴിലെ 11 ഫെറോനകളെയും 14,250 വീടുകളെയും വിശ്വാസികളെയും സഭാസ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. നിലവിൽ സഭ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കൂടുതൽ സാമുദായിക സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആരംഭിക്കുമെന്ന് മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ പദ്ധതികൾ ആരംഭിക്കും. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇടപെടുന്ന പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലീകരിക്കും. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 50 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. വയനാട് ദുരിതാശ്വാസ നിധി സുവർണ ജൂബിലി ആഘോഷത്തിൽ കൈമാറും. സഭാനാഥന്മാർ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, വിശ്വാസികൾ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ജൂബിലി അനന്തര വർഷങ്ങൾ പ്രോഗ്രാം, ജൂബിലിക്ക് മുൻപ്, ജൂബിലി വർഷം, ജൂബിലിക്ക് ശേഷം എന്ന രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ടുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയത്. ജൂബിലിയുടെ ചിന്തകൾ ഉണ്ടായപ്പോൾ തന്നെ പ്രകാരം ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഓരോ മാസവും നിശ്ചിത പരിപാടികൾ ക്രമീകരിച്ച് അത് വേണ്ടതുപോലെ നടത്തി വന്നിരുന്നു. രൂപതയുടെ ഈ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമായും രൂപതാ തലത്തില്, ഫൊറോന തലങ്ങളില്, ഇടവക തലങ്ങളില്, കുടുംബ തലങ്ങളില്, ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ജൂബിലിയുടെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നത്. ഇതിന്റെ എല്ലാറ്റിന്റെയും സമാപനം എന്ന നിലയിൽ രൂപതാ തലത്തിലുള്ള ജൂബിലി ആഘോഷ സമാപനമാണ് ഈ സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നത്. വികാരി ജനറൽ മോൺസി ഞോർജിഞ്ഞോ ചാലക്കൽ, PRO ഫാദർ ജോബി കൊച്ചപ്പള്ളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് പിടിച്ചു കിടന്ന് യാത്രാ ദുരിതം സൃഷ്ടിച്ചിരുന്ന പ്രദേശം CPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മണ്ണൂർ മുതൽ കോഴിച്ചുണ്ട് വരെ 1/2 കിലോമീറ്റർ വരുന്ന റോഡാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ദിനംപ്രതി 100 കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന റോഡാണിത്. ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം കണ്ടിട്ടും വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാവുന്നില്ലെന്ന് CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ പറഞ്ഞു. ലക്ഷങ്ങൾ ചിലവഴിച്ച് ശുചീകരിച്ച കോഴിച്ചുണ്ടക്കുളവും മലിനമായതോടെ കുളിക്കാൻ പോലും കഴിയുന്നില്ല. സമീപത്തെ പമ്പ് ഹൗസും കാട് മൂടിക്കിടക്കുകയാണെന്നും ഇത്തരം വിഷയങ്ങളിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാവുന്നില്ലെന്നും തങ്കപ്പൻ കുറ്റപ്പെടുത്തി. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാണെന്നും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ പുലിയെ കണ്ടിരുന്നതായും തങ്കപ്പൻ പറഞ്ഞു. ഈ 5-ാം വാർഡിലെ ഒരു ദുസ്ഥിതിയെ തുറന്നു കാണിക്കുകയാണ്. റോഡിന്റെ വികസനം കല്ലും കട്ടയായിട്ട് കിടക്കുകയാണ്, അത് വേറെ കാര്യം. മറ്റേ എല്ലാ റോഡുകളും അതേപോലെ തന്നെ ഉടഞ്ഞു പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്ന പഞ്ചായത്തിനകത്തെല്ലാം. പക്ഷേ ഇവിടെ തൊഴിലുറപ്പുകാരെ വിട്ട് ഇതിൻ്റെ കാടൊന്ന് വെട്ടിക്കാൻ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയാണ് മണ്ണൂരിലുള്ളത് എന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളത് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായത്. ഇതിപ്പോൾ ഞങ്ങൾ ഓണമാണ്, ഇന്ന് അത്തോണം. ഓണത്തിന് ഒരുപാട് കുട്ടികൾ, അല്ലെങ്കിൽ തന്നെ ഒരുപടി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണത്. 2 ദിവസം മുമ്പ് പന്നികൾ കുറുകെ ചാടി പന്നിയെ നോക്കിയാൽ കാണുന്നില്ല. കാരണം കണ്ടത്തിൻ്റെ ഉള്ളിലൂടെ പൊന്തി നിൽക്കുന്ന കാടുകൾക്കിടയിലൂടെ പന്നികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പന്നിയെ കാണൂല. അപ്പോൾ പന്നിയും പാമ്പും നിറഞ്ഞ് കാട് പിടിച്ച് വഴി ഒരു വണ്ടി ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയാൽ തിരിച്ചൊരാൾക്ക് സൈഡ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാട് തൂർന്ന് കിടക്കുമ്പോൾ CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, K വാസുദേവൻ, KV ദാസൻ, ജയേഷ്, P ഉണ്ണികൃഷ്ണൻ, K വേലായുധൻ, K ഇബ്രാഹിം, K രാമൻകുട്ടി, ബാലൻ, ചന്ദ്രൻ, സരസ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന് ഒരുക്കങ്ങളായി. സെപ്റ്റംബർ 7, 8, 9 തീയതികളിലാണ് താലൂക്ക് ഗണേശോത്സവ സമിതിയുടെ ആഘോഷ പരിപാടികൾ നടക്കുക. 7-ന് വിനായക ചതുർത്ഥി നഗരപ്രദക്ഷിണം, 8-ന് ഹിന്ദു നേതൃസമ്മേളനം, 9-ന് പൊതുസമ്മേളനം, വിഗ്രഹ നിമഞ്ജന യാത്ര എന്നിവയോടെയാണ് ആഘോഷമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗണേശോത്സവത്തിന് മുന്നോടിയായി സെപ്റ്റംബർ 1-ന് വിചാര സദസ്സും 3-ന് വിളംബര ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു.
7-ന് വിനായക ചതുർത്ഥിയോടെയാണ് ആഘോഷത്തിന് തുടക്കം കുറിക്കുക. ഗണേശോത്സവത്തിനായി 200ഓളം വിഗ്രഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് താലൂക്ക് ഗണേശോത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13ാമത്തെ ഗണേശോത്സവമാണ് നാം ആഘോഷിക്കാൻ പോകുന്നത്. 2012 വളരെ ചെറിയ സമയം കൊണ്ട് ഗണേശ വിഗ്രഹങ്ങളുമായിട്ട് നമ്മൾ പൊതുസമ്മേളനവും മറ്റു പരിപാടികളുമായി നിമജ്ജനം ചെയ്യുകയുണ്ടായി. ഇത് ഇന്ന് ഇപ്പോൾ 100-ലധികം സ്ഥാനീയ സമിതികളിൽ നിന്നും 180-200ഓളം വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാൻ ഇപ്രാവശ്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8-ന് വൈകുന്നേരം 5 മണിക്ക് പാലപ്പുറം ചിനക്കത്തൂർക്കാവ് സന്നിധിയിലാണ് ഹിന്ദു നേതൃസമ്മേളനം. സാംസ്കാരിക സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന സമിതി അംഗം പത്മജ വേണുഗോപാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സമ്മേളനത്തിന് ശേഷം മലപ്പുറം പുറമണ്ണൂരിൻ്റെ തിരുനാമച്ചിന്ത് ചിന്തുപാട്ടുകളുടെ അവതരണമുണ്ടാകും. 9-ന് വൈകുന്നേരം 3:30-ന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ വിനായക നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ശോഭ സുരേന്ദ്രൻ, വത്സൻ തില്ലങ്കേരി തുടങ്ങിയവർ പങ്കെടുക്കും. ഗുരുവായൂർ തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. കേന്ദ്ര സംസ്കൃത വിശ്വവിദ്യാലയത്തിൻ്റെ ഡീലിറ്റ് ബിരുദം നേടിയ ഡോക്ടർ PK മാധവനെ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ആദരിക്കും. ഉച്ചയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഗംഗ, യമുന, കാവേരി, സരസ്വതി ഘോഷയാത്രകൾ കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ 2:30-ന് സംഗമിക്കും. തുടർന്ന് മഹാഘോഷയാത്രയായി വൈകിട്ട് 5-ന് മായന്നൂർ കടവിലൂടെ ഗണേശ വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യും. 9-ാം തീയതി എല്ലാ സ്ഥലത്തു നിന്നുള്ള സ്ഥാനീയ സമിതികളിൽ പൂജിച്ച് അലങ്കരിച്ച വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി അതാത് സ്ഥലത്ത് ഗ്രാമപ്രദർശനം നടത്തി ഉച്ചയ്ക്ക് 4 മേഖലകളിൽ നിന്നായി ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അതിൽ ഗംഗ ഘോഷയാത്ര ചെനക്കത്തൂർ ഗ്രൗണ്ടിലും, അതേപോലെ യമുന ഘോഷയാത്ര അമ്പലപ്പാറ, ചെനങ്ങാട്, വരോട് മേഖലയിൽ നിന്നുള്ള കോട്ടക്കര, അരൂർക്കാവ് ക്ഷേത്ര മൈതാനത്തിൽ എത്തുന്നു. കുളപ്പുള്ളി, അനങ്ങനടി, വാണിയംകുളം, മഞ്ചേരി ഭാഗത്തു നിന്നുള്ള കാവേരി ഘോഷയാത്ര കണ്ണിയമ്പുറം കിള്ളിക്കാവ് പരിസരത്ത് എത്തിച്ചേരുന്നു. അതുപോലെ മായന്നൂർ ഭാഗത്തു നിന്നുള്ള സരസ്വതി ഘോഷയാത്ര ഈ ഗംഗാ ഘോഷയാത്രയിലേക്ക് ഈ വിഗ്രഹങ്ങളെല്ലാം കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ 2:30 എത്തിച്ചേരുന്നു. വാർത്താസമ്മേളനത്തിൽ ഗണേശ സേവാ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അശോക് കൃഷ്ണൻ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി P. അരവിന്ദൻ, കോർഡിനേറ്റർ KP സന്തോഷ്, സെക്രട്ടറി T. ഗോപകുമാർ, രക്ഷാധികാരി B. മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 30,000 രൂപ സ്വരൂപിച്ചു നൽകി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണദാസ് തുക ഏറ്റുവാങ്ങി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV സന്തോഷ്, K. അബൂട്ടി, ഡിവിഷൻ പ്രസിഡന്റ് APM റഷീദ്, മുനിസിപ്പൽ പ്രസിഡന്റ് MIA റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 8-ന് പാലക്കാട് നടക്കും. ദേശീയതയിലൂന്നിയുള്ള പ്രവർത്തനവുമായാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സാന്നിധ്യമറിയിക്കാനായി 3 ഇടങ്ങളിൽ മത്സരിച്ചു. കർഷകർ, ജവാന്മാർ എന്നിവർ ഒന്നിച്ചു പ്രവർത്തിച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിലകൊള്ളുന്നതായിരിക്കും സംഘടനാ സംവിധാനമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ ദേശീയ കർഷക സംരക്ഷണ സമിതി പാലക്കാട് ഒരു കർഷക ജില്ലയായതുകൊണ്ട് ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സാർ പ്രഭാകരൻ പാണ്ടിയോട് സാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച് അവരുടെ പൂർണ്ണ പിന്തുണ കൂടിയിട്ടാണ് ഞങ്ങൾ പാലക്കാട് വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റും. വിമുക്തഭടന്മാരുടെ എല്ലാ പ്രകടനങ്ങളിലും പൊതുയോഗങ്ങളിലും കർഷകരുടെ എല്ലാ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളിലും ട്രാക്ടർ സമരങ്ങളിലെല്ലാം ഞങ്ങൾ ഒത്തുചേർന്നാണ് സംഘടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവ മാക്രോ, ജില്ലാ പ്രസിഡന്റ് പ്രേംകുമാർ ലക്കിടി, പാണ്ടിയോട് പ്രഭാകരൻ, PR ശബരിനാഥൻ, രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം മാന്നന്നൂർ UP സ്കൂളിൽ അക്ഷരത്തണലിൽ ഇത്തിരി നേരം ഗുരുപൂജ സംഗമം 7-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാന്നന്നൂർ UP സ്കൂൾ, മഹാത്മാജി സ്മാരക വായനശാല, സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവ
സംയുക്തമായാണ് ഗുരുപൂജാ സംഗമം സംഘടിപ്പിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ വിരമിച്ച 30ഓളം അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. മാന്നന്നൂർ AUP സ്കൂളിൽ പഠിച്ച അധ്യാപകരായവർ, ഈ സ്കൂളിൽ തന്നെ പഠിച്ചവർ, മറ്റു വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചവർ എന്നിവരെയാണ് ആദരിക്കുക. പലരും അസുഖവും വാർദ്ധക്യവും മറ്റു പല കാരണങ്ങളാലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇവർക്ക് ഒത്തുകൂടാനും പഴയകാല ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനും ഒരു അവസരമൊരുക്കുകയാണ് അക്ഷരത്തണലിൽ. ഒറ്റപ്പാലം BPC K. പ്രഭാകരൻ ഗുരുപൂജാ സംഗമം ഉദ്ഘാടനം ചെയ്യും. അക്ഷരത്തണലിൽ ഇത്തിരി നേരം ഒരു ഗുരുപൂജാ സംഗമം മാന്നന്നൂർ UP സ്കൂളിൽ 2024 സെപ്റ്റംബർ 7 10 മണിക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാന്നന്നൂര് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11, 12, 13 വാർഡിൽ റിട്ടയർഡായ അധ്യാപകരെയും മറ്റുള്ളവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അതായത് മാന്നന്നൂർ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകരായവർ, പഠിച്ച് മറ്റു സ്കൂളുകളിൽ അധ്യാപകരായവർ, അവിടേക്ക് വിവാഹം കഴിച്ചു വന്ന ടീച്ചർമാരും അധ്യാപകരെയും എല്ലാം ഓർത്തിണക്കിക്കൊണ്ട് റിട്ടയർഡ് ജീവിതം മരുന്നിലും മറ്റുള്ള കാര്യങ്ങളിലുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന അവരെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ വിശേഷങ്ങളും പഴയകാലത്തെ അനുഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ചടങ്ങാണ് ആ അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ സംസാരിക്കും. സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കതിരേഷ് മാന്നന്നൂർ, മഹാത്മാജി സ്മാരക വായനശാല സെക്രട്ടറി M. നിഷാദ്, ജോയിന്റ് സെക്രട്ടറി MP. രാജേഷ്, മാന്നന്നൂർ UP സ്കൂൾ അധ്യാപകൻ P. മനോജ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പണ്ട് രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇപ്പോൾ കൊള്ളസംഘമാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ. പാർട്ടി തൊഴിലാളികളിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്നും അകന്നു. വികസന മുരടിപ്പ് ആരോപിച്ച് കോട്ടായി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് ധർണ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് പാലക്കാട് കലക്ടറേറ്റിലേക്ക് KGOA മാർച്ച്. കേരളത്തിന്റെ ബദൽ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന അസോസിയേഷൻ നേതാക്കൾ. സിവിൽ സർവീസ് മേഖലയെ കേരള സർക്കാരിനെതിരായ ചേരിയിലാക്കുന്നതിനുള്ള ഗൂഢശ്രമത്തിനെതിരെ ജീവനക്കാർ ജാഗ്രത പാലിക്കണമെന്നും KGOA. രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് VC കബീർ മാസ്റ്റർ. ദേശീയ അധ്യാപക ദിനം വിപുലമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ അധ്യാപകർക്ക് ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.